കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. കൊല്ലം ദേശാടന പക്ഷികളുടെ കേദാരം. കണ്ടച്ചിറ കായൽ, കാരാളി ചതുപ്പ്, കടപുഴ ഏല, ചുറ്റുമല ചിറ, പോളച്ചിറ ഏല എന്നിവിടങ്ങളിലെ നീർത്തടാകങ്ങളിലാണ് ദേശാടന പക്ഷികളെ സ്ഥിരമായി കാണുന്നത്. റഷ്യ, ചൈന, മംഗോളിയ, ഇറാഖ്, ഇറാൻ, സൈബീരിയ എന്നീ രാജ്യങ്ങളിലെ അതിശൈത്യത്തെ അതിജീവിക്കാനാണ് ഈ പക്ഷികൾ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലേക്ക് ദേശാടനം ചെയ്യുന്നത്. അതിൽ പ്രധാനമായും എത്തുന്നത് കൊല്ലത്താണ്. കരിയാളകൾ, പൊന്മണൽ കോഴികൾ എന്നിവയുടെ വലിയ കൂട്ടങ്ങളെ കണ്ടച്ചിറ കായൽ പരപ്പിലും തൊണ്ട് അഴുക്കുന്ന മാലിപ്പുറത്തും നമുക്ക് കാണാം. പവിഴവർണ്ണ കാലുള്ള പവിഴക്കാലികൾ ഇവിടെ ചെറുകൂട്ടങ്ങളായി ഇരതേടി നടക്കുന്ന കാഴ്ച അതീവ മനോഹരമാണ്. പുള്ളിക്കാടക്കൊക്ക്, കരിമ്പൻകാടക്കൊക്ക്, പച്ചക്കാലി, ചോരക്കാലി എന്നിവയും കണ്ടച്ചിറയിൽ ദൃശ്യമാണ്. സ്വദേശികളായ നീർക്കാക്ക, കുളക്കൊക്ക്, ചിന്നമുണ്ടി എന്നീ പക്ഷികളും ഇവിടെ സ്ഥിരമായി എത്തുന്നു. എരണ്ടവർഗത്തിൽപ്പെട്ട വാത്തുകളാണ് കാരാളി ചതുപ്പിൽ ഏറെയുള്ളത്. അപൂർവമായി കൊണ്ടിരിക്കുന്ന ബാലൻ എരണ്ട, വലിയ കൂട്ടമായി പറക്കുന്ന വരിയെരണ്ട, വെള്ളിക്കണ്ണി എരണ്ട, തിളങ്ങുന്ന പച്ചയും വെള്ളയും നിറമുള്ള പച്ച എരണ്ട എന്നിവയെയും നമുക്കിവിടെ കാണാം. ഹിമാലയത്തിൽ നിന്നെത്തുന്ന വരേൻ കത്രിക പക്ഷി, വയക്കോതി കത്രിക പക്ഷി എന്നിവയും ഇവിടെ പാറി നടക്കുന്നു. സ്വദേശികളായ ചാരമുണ്ടി, ചായമുണ്ടി, കൈതക്കൂട്ടങ്ങളിൽ നിന്ന് അപൂർവമായി വെയിൽക്കായാനിറങ്ങുന്ന കരിങ്കൊച്ച, അപൂർവമായ പക്ഷിയായ മയിൽ വർണ്ണമുള്ള നിലക്കോഴി എന്നിവയും കാരാളി ചതുപ്പിലെത്താറുണ്ട്. നീർക്കാക്കകളിൽ വലിയ പക്ഷിയായ വലിയ നീർക്കാക്കയും വംശനാശം നേരിടുന്ന പാതിര കൊക്കുകളും കുളക്കോഴികളുമാണ് കടപുഴ ഏലായിൽ സ്ഥിരമായി കാണപ്പെടുന്നത്. നീണ്ട നഖങ്ങളുള്ള നാടൻ താമരക്കോഴി, ബാലൻ താമരക്കോഴി എന്നിവ ചുറ്റുമല ചിറയിൽ എത്താറുണ്ട്. ശരീരം കുലുക്കി നടക്കുന്ന ആറ്റുമണൽക്കോഴി, ഏറെ നീണ്ട കഴുത്തുള്ളതും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ ചേരക്കോഴി എന്നിവയും ചുറ്റുമല ചിറയിൽ നമുക്ക് ദൃശ്യമാണ്. ഈ ദേശാടന പക്ഷികളൊക്കെയും സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് സാധാരണ ഇവിടെ എത്തുന്നത്. മാർച്ച്, ഏപ്രിൽ മാസത്തോടെ അവ സ്വദേശത്തിലേക്ക് മടങ്ങുകയാണ് പതിവ്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.